നമസ്കാരം കുട്ടികളെ. 10ാം ക്ലാസ്സിൻ്റെ ഓണപ്പരീക്ഷ വന്നെത്തിയിരിക്കുന്നു അല്ലേ? പരീക്ഷാ തലേന്നാണ് അല്ലേ? അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുവിധം എല്ലാ ചാപ്റ്ററുകളും നോക്കിയിട്ടുണ്ടാവും. പക്ഷെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ സംശയം ഉണ്ടാവും അല്ലേ? അതുകൊണ്ട് തന്നെ SSCERT ഓൾറെഡി നമുക്കൊരു പുതിയൊരു പാറ്റേൺ നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് അതേ ക്വസ്റ്റ്യൻസ് അല്ല, ടീച്ചർക്ക് തോന്നിയ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണം. കാരണം വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഏതൊക്കെ പോർഷൻസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ആ ഭാഗങ്ങൾ ഏതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യരുതെന്ന് ഒരിക്കൽ കൂടി ടീച്ചർ ആവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ചാനലിൽ 10ാം ക്ലാസ്സിൻ്റെ ഓരോ പാഠത്തിൻ്റെയും മലയാളം ട്രാൻസ്ലേഷനും അതുകൂടാതെ പഠന പ്രവർത്തനങ്ങൾ നിങ്ങൾക്കുണ്ട് അല്ലേ? പാഠത്തിൻ്റെ അവസാനം അതിൻ്റെ എല്ലാറ്റിൻ്റെ ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട്. ആ വീഡിയോകൾ എല്ലാവരും പോയി കാണണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമുക്കൊരു തുടർച്ച കിട്ടുള്ളൂ അല്ലേ? ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ ഡൗട്ടുകൾ വരും. അപ്പോൾ ടീച്ചർ തന്നെ ഓരോ ഭാഗത്തും ഇന്ന ഭാഗത്ത് പോയി നോക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. കാരണം ആ ഭാഗം കുറച്ചും കൂടി ക്ലാരിറ്റിയോട് കൂടി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാ മക്കൾക്കും ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ടീച്ചർ പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാമല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഏതൊക്കെ ജില്ലകളാണ് എന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഏതൊക്കെ ജില്ലയിലുള്ള കുട്ടികളാണ് ഈ വീഡിയോ കാണുന്നതെന്ന് അറിയാനായിട്ടൊരു ആകാംക്ഷ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ അല്ലേ? വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കും തോറും അത് കൂടിക്കൂടി വരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യാനായിട്ട് മടിക്കരുത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിലെ ഭാഗം 1. അധോദത്തേഭ്യഃ വികൽപേഭ്യഃ ഭിന്നം ഗണം ചിത്വാ ലിഖത. താഴെ കൊടുത്തിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? അതിലെ ഭിന്നം ഗണം, ഭിന്നം എന്ന് പറഞ്ഞാൽ ഇതിൽ വ്യത്യസ്തനായിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ പറയില്ലേ ഓഡ് വൺ ഔട്ട് എന്നുള്ളത്, അതായത് ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറയില്ലേ? അപ്പോൾ ഇതിൽ വ്യത്യസ്തനായിട്ടുള്ളൊരു ഗ്രൂപ്പുണ്ട്. മീനിങ്ങുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് എടുത്ത് എഴുതാനാണ് പറയുന്നത്. ഇവിടുത്തെ വ്യത്യസ്ത ഗണം, വ്യത്യസ്തമായ ഗ്രൂപ്പ് ഏതാണ്? ഡിഫറെൻറ്റ് ഗ്രൂപ്പ്. അതായത് ദരി കന്ദരം, നകുലഹ സർപ്പഹ, നിർഝരി പ്രവാഹിനി, നീടജഹ ഉദ്യാനം. ഇത് 4 ഓരോരോ ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഇതിലേത് ഗ്രൂപ്പാണ് വ്യത്യസ്തമായിട്ടുള്ളത്? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ എന്നുള്ളതാണ് ചോദ്യം വരിക. അപ്പോൾ നമ്മൾ ഏതാണ് എടുത്ത് എഴുതേണ്ടത്? ഇപ്പോൾ നോക്കൂ, ദരി എന്ന് പറഞ്ഞാൽ എന്താ? ഗുഹ എന്നാണ് അർത്ഥം. അപ്പോൾ ഗുഹയുടെ മറ്റൊരു പദം എന്താണ്? കന്ദരം. അപ്പോൾ അത് കറക്റ്റ് മീനിങ് ആണ്. ഇനി നകുലഹ, അത് സർപ്പഹ എന്നുള്ളത് എന്താണ്? സർപ്പഹ എന്ന് പറഞ്ഞാൽ നകുലഹ എന്ന് പറഞ്ഞാലും രണ്ടും കീരി എന്നാണ് അർത്ഥം. ഇനി നിർഝരി, അതെന്താണ്? പ്രവാഹിനി, സെയിം അർത്ഥമാണ് അല്ലേ? അർത്ഥം എന്താണ്? അരുവി എന്നാണ്. ഇനി നീടജഹ എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ് അർത്ഥം. ഉദ്യാനം എന്ന് പറഞ്ഞാലോ അത് ഗാർഡനാണ്, പൂന്തോട്ടാണ്. അപ്പോൾ ഒരേ അർത്ഥമാണോ? അല്ല. അപ്പോൾ നീടജഹ എന്ന് പറഞ്ഞാൽ പക്ഷി, അതിൻ്റെ അർത്ഥം എന്താണ് വരേണ്ടത്? പക്ഷി. നീടജഹ എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷി, ഗഗഹ എന്നൊക്കെയല്ലേ വേണ്ടത്. പക്ഷെ അതിന് പകരം ഉദ്യാനം എന്നാണ് കൊടുത്തേണേ. അപ്പോൾ ഇതിൽ ഭിന്നമായ ഗണം ഏതാണ്? നീടജഹ ഉദ്യാനം, 4ാമത്തത് അല്ലേ? അപ്പോൾ ഇതുപോലത്തെ ഒരു എക്സാമ്പിൾ ഇങ്ങനെ ഒരു മാർക്കിൻ്റേതായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം മക്കളെ? എല്ലാ സമാനാർത്ഥങ്ങളും പഠിക്കുക. ഇവിടെ ടീച്ചർ ഒരുപാട് സമാനാർത്ഥങ്ങൾ നിങ്ങൾക്ക് പാഠഭാഗത്തിലുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇത് അനാവൃഷ്ടി, ആനന്ത്യം, ആരാമഹ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം. 1 ആരാമഹ ഉദ്യാനം. പിന്നെ കളിന്ദജ യമുന, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കോടരഹ വൃക്ഷരന്ധ്രഹ, ഘനം സാന്ദ്രം. പിന്നെ ദരി കന്ദരം, താരാപഥം ഗഗനം, നകുലഹ സർപ്പഹ. ഇനി അടുത്തത് നിർഝരി പ്രവാഹിനി, നീടജഹ ഖഗഹ, പയസ്വിനി നദി. പിന്നെ
കുറേ അമരകോശത്തിലുള്ള, അതായത് കോശത്തിലുള്ള പദങ്ങളാണുള്ളത്. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും വിശദമായ വീഡിയോ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പാഠഭാഗത്തിൻ്റെയും ഉണ്ട്. കോശം എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവുക, പഠന പ്രവർത്തനം പാർട്ട് 2 വീഡിയോയിലായിരിക്കും നമുക്ക് കൂടുതലായിട്ട് അത് കാണാനായിട്ട് സാധിക്കുക. അതിലെല്ലാം ഓരോന്നും കറക്റ്റായി വേർതിരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടീച്ചർ പറയുന്നില്ല. പക്ഷേ ഭൂമി, സർവം സഹ, വസുമതി, വസുധോർവി, വസുന്ധര തുടങ്ങിയവയൊക്കെ നന്നായിട്ട് പഠിക്കുക. പിന്നെ കാളിന്തിയുടെ പര്യായങ്ങൾ പഠിക്കുക, ബലഭദ്രൻ്റെ അങ്ങനെയുള്ളതൊക്കെ പഠിക്കുക. കൂടാതെ കാനനം, മഹീധര, ദരി, ബർഹി, വനപ്രിയ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഓരോ പദങ്ങളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് പക്ഷേ ഏതാണ് പരീക്ഷയ്ക്ക് വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അതുകൊണ്ട് അവസാനം പാഠഭാഗങ്ങളുടെ അവസാനം, യൂണിറ്റിൻ്റെ അവസാനം ശബ്ദകോശം കാണും. ആ ശബ്ദകോശത്തിലുള്ള വാക്കുകളും ടീച്ചർമാർ നിങ്ങൾക്ക് ഓൾറെഡി നോട്ട്ബുക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദങ്ങൾ എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തി തന്നിട്ടുണ്ടാവും. അതും കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അടുത്തത് എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക വായിച്ച് ഓപ്ഷനുകളിൽ നിന്ന് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. നിങ്ങൾക്കൊരു കാര്യം തന്നിട്ടുണ്ടാവും, അതിലേതാണ് ശരി, ഏത് ഓപ്ഷനാണ് ശരി എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം അല്ലേ. എന്താണ്? കൃത്വ, അത് തുമന്നന്തം, സ്വീകൃത്യ, ത്വാന്തം, ശ്രോതും, ലബന്ധം. ഇത് ശരിയുള്ളതല്ല. പക്ഷേ ഈ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ക, ഖ, ഗ, ഘ, ഇതിലെ ഏത് ഓപ്ഷനാണ് ശരി എന്നുള്ളത് നോക്കൂ. കൃത്വ, അപ്പോൾ എൻഡിങ് എങ്ങനെയാണ്? ഒരു ത്വാ എന്നുള്ള രീതിയിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ എളുപ്പ വഴിയാണ് കേട്ടോ ടീച്ചർ പറഞ്ഞു തരുന്നത് കണ്ടെത്താനായിട്ട്. അപ്പോൾ അത് ത്വാന്തമാണ്. കണ്ടോ, എൻഡിങ് വാ എന്ന് പോലെ വന്ന ത്വാ എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ എന്താണത്? ത്വാന്തം പ്രത്യയമാണ്. സ്വീകൃത്യ, അത് യായല്ലേ എൻഡിങ് വരുന്നത്, അതുകൊണ്ടത് ലബന്ധം. ശ്രോതും, ശ്രോതും എന്ന് പറഞ്ഞാൽ എന്താ? തും എന്നാണ് അവസാനം വരണേ. അപ്പോൾ അത് തുമന്നതം. കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ. ഇതിൽ ഏത് ഓപ്ഷനാണ്? കൃത്വാക്വാന്തം, സ്വീകൃത്യ ലബന്ധം, ശ്രോതും തുമന്നതം. ഏതാണ്? ഓപ്ഷൻ ഗ അല്ലേ, മൂന്നാമത്തേതാണ് അല്ലേ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റുപറ്റു കേട്ടോ. പ്രസ്താവനാം പഠിത്വ 3, 4 പ്രശ്നയോഹു ഉത്തരേ ലിഖത. അതായത് ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. മൂന്നാമത്തെയും 4ാമത്തെയും ക്വസ്റ്റ്യന് ഒരു പ്രസ്താവനയാണ് തന്നിട്ടുള്ളത്. അതായത് ഒരു പ്രസ്താവനയാണ്. പ്രസ്താവന എന്ന് പറയുമ്പോഴേ 2 വാചകങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിലെ ശരിയാണോ തെറ്റാണോ നമ്മൾ കണ്ടെത്തുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വൃക്ഷസ്യ പരിതഃ തൃണാനി രുഹന്തി, സൂര്യം പരിതഃ പ്രഭാവലയം ചകാസ്തി. അപ്പോൾ ഇതാണ് ഒരു 2 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത് ഇപ്പോൾ ക, ഖ, ഗ, ഘ 4 ഓപ്ഷൻസ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഉഭയമപി എന്ന് പറഞ്ഞാൽ രണ്ടും, ബോത്ത് എന്നുള്ള അർത്ഥത്തിൽ. സാധു എന്ന് പറഞ്ഞാൽ ശരി, അസാധു എന്ന് പറഞ്ഞാൽ തെറ്റ്. ഓക്കെ, അപ്പോൾ ട്രൂ ഫോൾസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഒന്ന്, ഉഭയമപി സാധു, രണ്ടും, ഒന്നാമത്തെയും രണ്ടാമത്തെയും. ഇവിടെ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് ഉണ്ടല്ലോ, ആ 1ഉം 2ഉം, അത് രണ്ടും ശരിയാണ് എന്നാണ് പറയുന്നത്. ആ 2 പ്രസ്താവനയും ശരിയാണ്. ഇനി രണ്ടാമത്തേൽ എങ്ങനെയാണ്? ഉഭയമപി അസാധു, രണ്ടും തെറ്റാണ്. പിന്നെ മൂന്നാമത്തത് എന്താ കൊടുത്തന്നെ? 1 സാധു 2 അസാധു, 1 ശരിയാണ്, ട്രൂ ആണ്, മറ്റൊന്ന് ഫോൾസ് ആണ്. ഇനി ഖ, 4ാമത്തത് എന്താണ്? 1 തെറ്റാണ്, 2 ശരിയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പദങ്ങൾ സാധു, അസാധു, ഉഭയമപി. ഓക്കെ, അപ്പോൾ നോക്കൂ ഇവിടെ, വൃക്ഷസ്യ പരിതഃ തൃണാനി രുഹന്തി, സൂര്യം പരിതഃ പ്രഭാവലയം ചകാസ്തി. ഇവിടെ എന്താ? ഒരെണ്ണം തെറ്റുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ പഠിച്ചു അല്ലേ ടെക്സ്റ്റ് ബുക്കിൽ, പരിതഃ എന്ന് പറഞ്ഞാൽ ദ്വിതീയ വരും എന്നുള്ളതാണ് അല്ലേ. എങ്ങനെയാണ്? പരിതഃ ഇതി ശബ്ദയോഗേ കർമ്മണി ദ്വിതീയ വിഭക്തിർ ഭവതി എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടെ? വൃക്ഷസ്യ പരിതഃ എന്ന് വരില്ല. എന്താ വരിക? വൃക്ഷം പരിതഃ എന്ന് വേണം വരാനായിട്ട് അല്ലേ. അല്ലേ. അപ്പോൾ വൃക്ഷം പരിതഃ. പിന്നെ പക്ഷെ സൂര്യം പരിതഃ, അത് കറക്റ്റാണ്, ദ്വിതീയ വിഭക്തിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തത് തെറ്റാണ്, രണ്ടാമത്തത് ശരി. കൂടുതൽ അറിയണമെങ്കിൽ പഴയ വീഡിയോകളിൽ നൽകിയിട്ടുണ്ട്, പാഠഭാഗത്തിലുള്ള വീഡിയോകളിൽ നൽകിയിട്ടുണ്ട്, പാർട്ട് 2 വീഡിയോകളിൽ കേട്ടോ. അപ്പോൾ നോക്കൂ, നമുക്ക് ഏതായിരിക്കും ശരി? ഓപ്ഷൻ ഘ, 4ാമത്തെ ഓപ്ഷനാണ്. ഒന്നാമത്തത് അസാധു, രണ്ടാമത്തത് സാധു. ക്ലിയർ അല്ലേ? ഇനി
അടുത്തത് നോക്കി നാലാമത്തും ഇതുപോലെ പ്രസ്താവന തന്നെയാണ്. കൃഷകഃ സസ്യസമൃദ്ധിം ദൃഷ്ട്വാ മോദമാനഃ അഭവത്. ഇവിടെ ഒരൊറ്റ എണ്ണ കൊടുത്തിട്ടുള്ള ഒരൊറ്റ വാചകം. ഇതിലെ ചോദിച്ചേക്കണത് എന്താ പറയുക, ക ഖ ഗ ഘ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കൃഷകഹയാണ് ശാനജന്തം, സസ്യസമൃദ്ധിയുമാണ് ശാനജന്തം, മോദമാനഹ എന്ന് പറയുന്നതാണ് ശാനച്ച്, അഭവത് എന്ന് പറയുന്നതാണ് ശാനച്ച്. ഇതിലേതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ശത്രു ആൻഡ് ശാനച്ച് പ്രത്യയങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ ഈ മാനഹ എന്ന അവസാനം വരും, ആന എന്ന് ഓർത്താൽ മതി. അപ്പോൾ എന്താണ്, മോദമാനഹ എന്ന് വന്നു, അത് ശാനചന്താണ്. ഓക്കെ, യതമാനഹ, പിന്നെ തപമാനഹ, ആശംസമാനഹ, ഇതൊക്കെ ശാനച്ചുകളാണ്. അവസാനം മാനഹ 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 അല്ലെങ്കിൽ ആന എന്ന് ആലോചിക്കുക. അപ്പോൾ അവിടെ എന്താണ്, ശാനച്ച് പ്രത്യയമാണ്. ശത്രു പ്രത്യയം കണ്ടെത്തണമെങ്കിലോ കുറുവൻ, ഇച്ചൻ, ശൃണ്വൻ, പശ്യൻ, കണ്ടോ, ഇങ്ങനെ എന്ന് അവസാനം വരും. ഇങ്ങനെയുള്ളത് ശത്രു. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ എന്ത് ചോദിക്കും, ശത്രു നമുക്ക് തന്നിട്ടുണ്ടോ, ശത്രു കണ്ടെത്താനാവും പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ ശാനചന്തമായിരിക്കും. ഗ്രാമർ ഭാഗം എന്തായാലും ഇങ്ങനെ ഈ രീതിയിലാണ് വരിക. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, പക്ഷെ തെറ്റി കഴിഞ്ഞാൽ 1 മാർക്ക് പോവില്ലേ. അപ്പോൾ ഇവിടെ ഏതാ ശരി, മോദമാനഹയാണ് ശാനചന്തം. അപ്പോൾ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷനാണ് ശരി. ഓക്കെ, അപ്പോൾ അതിന് തിരഞ്ഞെടുക്കാനാണ്. കൃഷകഹയാണോ, സസ്യസമൃദ്ധിയുമാണോ, മോദമാനഹയാണോ, അഭവതാണോ, ഇതിൽ ഏതാണ് ശാനച്ച് എന്നുള്ളതാണ് ചോദ്യം ഉണ്ടായിരുന്നത് കേട്ടോ. ഇനി അടുത്തത് ഭാഗം 2ആണ്. ഇനി കുറച്ചൊക്കെ എഴുതാനും കാര്യങ്ങളുമാണ്. നോക്കൂ, കവിതാഭാഗം പഠിത്വ 1, 2 പ്രശ്നയോ ഉത്തരേ ലിഖത. അതായത് എന്താണ്, ഇവിടെ കൊടുത്തിട്ടുള്ള പ്രശ്നങ്ങൾ, ഓരോ കവിതാഭാഗം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ശ്ലോകമായിട്ട് കവിതയായിട്ട് ശ്ലോകങ്ങളുണ്ട്. 4ാമത്തെ ചാപ്റ്ററിലും ഉണ്ട്, 1ാമത്തെ ചാപ്റ്ററിലും ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ആയിരിക്കും വരിക. ആ ഒരു ഭാഗം തന്നിട്ട് അതിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എങ്ങനെയാന്ന് നോക്കൂ, ഘനഘോര സുന്ദരം ബന്ധുരം കാനനം ഖഗമൃഗാദീനാം തു സുഖനിശാന്തം നവപല്ലവാദ്യം ച കുസുമസമ്പന്നകം പരിതോ മഹീധരം ഭോജകാസ്തി. അല്ലേ, ഈ 1ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ഇതിന്നുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കണേ. സമാന സന്ധിയുക്തം പദം പദ്യഭാഗാത് സ്വീകൃത്യ പദച്ഛേദം ലിഖത. നമുക്കൊരു ഉദാഹരണം തന്നിട്ടുണ്ട്. അതുപോലത്തെ സമാനമായ സന്ധിയുള്ള പദം ഈ ഒരു ശ്ലോകത്തിൽ ഏതാണെന്ന് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറയണേ. അപ്പോൾ പദച്ഛേദം പഠിക്കണം. നോക്കൂ, പരിതോ ഉദ്യാനം, എന്താണ് പറയണേ, പരിതഃ അധികം ഉദ്യാനം. അതേപോലെ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, ഈ ഒരു ശ്ലോകത്തിൽ ഏതാണ്, പരിതോ മഹീധരം, പരിതഃ അധികം മഹീധരം. ടീച്ചർ ഗ്രീൻ കളറിൽ ഉത്തരമാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്, കണ്ടോ. ഇതേപോലെ ഓരോ സ്റ്റാൻസഡയിൽ നിന്നും വിഗ്രഹം ചോദിക്കാം, അതേപോലെ പദച്ഛേദം ചോദിക്കാം കേട്ടോ. അപ്പോൾ 4ാമത്തെ ചാപ്റ്ററിൽ നിന്നും 2ാമത്തെ ചാപ്റ്ററിൽ 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഇത് പ്രതീക്ഷിക്കാം. ഇങ്ങനൊരു ചോദ്യം എന്തായാലും വരും. ഇനി അടുത്തത് നോക്കിയേ, ആകാശം വീക്ഷ്യ സിംഹഃ ഉച്ചൈഃ ഗർജതി ഇത്യാശയയുക്തം കവിതാഭാഗം ചിത്വ ലിഖിത. 2 മാർക്കാണ്. അതായത് ആകാശം നോക്കിയിട്ട് സിംഹം ഉറക്കം അങ്ങോട്ട് ഗർജിച്ചു എന്നാണ്. ഈ ആശയം വരുന്ന കവിതാഭാഗം ഏതാണ്? വനശിലാ തലമേത്യ താരാപഥം വീക്ഷ്യ മൃഗകുലാധീശസ്യ ഘനഗർജനം. അപ്പോൾ എന്ത് ചെയ്യണം മക്കളെ, നിങ്ങൾ ആ ഒരു പദ്യങ്ങൾ കാണാതെ പഠിക്കണം, വേണ്ടേ? എങ്കിലല്ലേ നമുക്കത് ഏത് കവിതാഭാഗം എന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ ഹാർട്ട് ചെയ്തോളൂട്ടോ, ഇപ്പം തന്നെ ബൈ ഹാർട്ട് ചെയ്തോളൂ, ബൈ ഹാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ 2 മാർക്കാണ്, കളയാൻ പാടില്ല. ഇനി പിന്നെ ഇതിൻ്റെ സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിൻ്റെ മലയാള അർത്ഥമോ സംസ്കൃത അർത്ഥമോ ആശയം അറിയണില്ലെങ്കിൽ ഈ ചാനലിൻ്റെ വീഡിയോ മുഴുവൻ കണ്ടോളൂ. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് മലയാള മീനിങ്ങും സംസ്കൃതം ആശയവും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇനി ഗദ്യാംശം പഠിത്വ, അടുത്തതാണ് കേട്ടോ 7ാമത്തെ ക്വസ്റ്റ്യൻ. ഗദ്യാംശം പഠിത്വ ബലദേവസ്യ വചനാനി സമാഹൃത്യ സംഭാഷണാംശം പൂരയത. വളരെ ഇമ്പോർട്ടൻ്റ് മാർക്ക് ഉള്ളതാണ് അല്ലേ. ഒരു ഗദ്യം തന്നിട്ടുണ്ട്, ഒരു ഗദ്യാംശം തന്നിട്ടുണ്ട്, പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അതിന് സംഭാഷണം പൂരിപ്പിക്കാനാണ്. വളരെ എളുപ്പമാണ്. ഇൻവെർട്ടർ കോമയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ, അത് കോൺവെർസേഷനിന് പറ്റിയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ പാരഗ്രാഫിനനുസരിച്ചിട്ടുള്ള ഒരിത് നമുക്ക് നോക്കാം അല്ലേ. ഗോപാലകഃ ഹലായുധം പ്രതി ആഗത്യ വദന്തി. ഗോപാലകഃ ഭോ ബലദേവ,
അപ്പോൾ പിന്നെ ഫില്ല് ചെയ്യാനാണ് പറയുന്നത് ഡാഷ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫലദേവ കഴിഞ്ഞിട്ട് എന്താണ്? അസ്മാകം പ്രദേശോയം ജലാഭാവേന ഊഷരാഭവതി അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ആ പാരഗ്രാഫ് എന്താ തന്നതെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് എഴുതാൻ പറ്റും. ഇനി ബലരാമ അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് കഥം നദ്യഹാബി ശുഷ്ക ജാതവ. ഇത് കോൺവെർസേഷൻ ആയതുകൊണ്ട് കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാനായിട്ട് കേട്ടോ. അവസാനം വീണ്ടും നോക്കി ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ട്. ഗോപാലകഃ ഉന്നത വൃക്ഷഃ ബി ചണ്ടാംശു കിരണൈഃ ശോഷിതഃ. അപ്പം എന്താണ് ഇവിടെ എന്താണ് പിന്നെ വരിക? ഗോപാലകന്മാർ പറയുന്ന ഡയലോഗാണ് അല്ലേ? അവിടെ കൊടുത്തിട്ടുണ്ട് ഉന്നത വൃക്ഷഃ ബി ചണ്ടാംശു കിരണൈഃ ശുഷ്കാഃ ജാതാഃ തർഹി തൃണാനാം കാര്യം കിമുദാ. അതങ്ങോട്ട് എഴുതി വെക്കല്ലേ വേണ്ടോ? അപ്പോൾ പാരഗ്രാഫ് നന്നായി വായിച്ചിട്ട് ഇൻവെർട്ടർ കോമ സംഭാഷണാംശമാണോ ഇൻവെർട്ടർ കോമയുടെ അവിടെ ഇങ്ങനെ ശ്രദ്ധിച്ചോളൂ ഏതാണ് ഡയലോഗ് വരുന്നത്. ആ ഡയലോഗ് ഫില്ല് ചെയ്യേ വേണ്ടോ. രേഖാങ്കിതം പദം ഉത്തരത്വേന ഭവിതും യോഗ്യം പ്രശ്നം രചയത. അതായത് ഇവിടെ രേഖാങ്കിതമായിട്ടുള്ള അടിയിൽ വരയിട്ടിട്ടുള്ള പദം, ആ വേർഡ് അത് ഉത്തരമാണ്. ആ ഉത്തരത്തിന് യോജിച്ച പ്രശ്നം ഉണ്ടാക്കാനാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബ്ലം എന്നല്ല അർത്ഥം, ക്വസ്റ്റ്യൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ്റെ പ്രശ്നവാചകങ്ങൾ ഓൾറെഡി തന്നിട്ടുണ്ട്. കഹ, കേന, കസ്മിൻ, കിം, ഈ 4 തന്നിട്ടുള്ളത്. അപ്പോൾ 3 ഉള്ളൂ. 1, 2, 3 ചോദ്യങ്ങൾ. അപ്പോൾ ഇതിൽ 3 സെലക്ട് ചെയ്യണം, ഒരെണ്ണം വേറെയുമാണ്. അപ്പോൾ ശരിയായത് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥങ്ങൾ നോക്കണം വേണ്ടേ? അപ്പോൾ എന്താണ് കഹ, കേന എന്നൊക്കെ ഉള്ളതിൻ്റെ അർത്ഥങ്ങൾ എന്താണെന്ന് നോക്കാം. പ്രശ്നവാചകങ്ങൾ. 1 കഹ, ആര്, അത് പുല്ലിംഗം ഏകവചനമാണ് കേട്ടോ. കേന എന്ന് പറഞ്ഞാൽ ആരാൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അത് വരിക. ഇപ്പോൾ ആരാൽ എഴുതപ്പെട്ടു, കേന ലിഖിത എന്ന് നമ്മൾ ചോദിക്കില്ലേ. ഇനി കസ്മിൻ എന്ന് പറഞ്ഞാൽ എവിടെ അല്ലെങ്കിൽ ഏത് കാര്യത്തിൽ, സപ്തമി വിഭക്തിയാണ്. ഇപ്പോൾ ഏത് ഗ്രന്ഥത്തിലാണ് ഈ ശ്ലോകമുള്ളത്? കസ്മിൻ ഗ്രന്ഥേ അയം ശ്ലോകഃ അസ്തി എന്നൊക്കെയാണ് ചോദിക്കുക. കിം എന്ന് പറഞ്ഞാലോ എന്ത് എന്നുള്ളതാണ് കേട്ടോ അർത്ഥം വരിക. അത് നപുംസകലിംഗമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ബാക്കിയുള്ള പ്രശ്നവാചകങ്ങളും ഉണ്ട്. കുറേ പ്രശ്നവാചകങ്ങളുണ്ട് അല്ലേ? ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. കഹ എന്ന് പറഞ്ഞാൽ ആര്, കാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീലിംഗം ആര് എന്നാണ് അർത്ഥം. കിം എന്ന് പറഞ്ഞാൽ എന്ത്, കേന എന്ന് പറഞ്ഞാൽ ആരാൽ അല്ലെങ്കിൽ എന്തിനാൽ, കസ്മിൻ എന്ന് പറഞ്ഞാൽ എവിടെ അല്ലെങ്കിൽ ഏത് കാര്യത്തിൽ, കുതഹ എവിടെ നിന്ന്, കുത്ര എവിടെ, കഥ എപ്പോൾ, കതി എത്ര, കഥം എങ്ങനെ, കസ്യ ആരുടേത്, കസ്മാത് എന്തുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് പ്രശ്നവാചകങ്ങൾ വരിക കേട്ടോ. ഇനി നമുക്ക് ഇവിടേക്ക് പോവാം. എന്താണ് തത്ര ജനാഹ പശുപാലനം കാർഷിക വൃത്തിയും ച അകുർവൻ. അവിടെ ജനങ്ങൾ പശുപാലനവും കാർഷിക വൃത്തിയും ചെയ്തിരുന്നു എന്നാണ്. ഇവിടെ ഏതാ വരിക? കിം എന്നാണ് വരിക. നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ തന്നെ കാർഷിക വൃത്തിയും, അപ്പോൾ നമുക്ക് കിം എന്നുള്ളത് വരുന്നു. ഇനി ഗ്രീഷ്മാദപേന അനാവൃഷ്ട്യാച്ച പ്രദേശ മരുപ്രദേശ കൽപ്പഹ എന്നുള്ളിടത്ത് എന്ത് വരും? കഹ എന്ന് വരുന്നു. സർവത്ര ധൂലീകലാപഹ ഉഷ്ണവാദേന, അതിൻ്റെ പകരം എന്ത് നമുക്ക് ചേർക്കാം? കേന എന്ന് ചേർക്കാം. ഇതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അധോദത്താനി ക്രിയാപദാനി ഉപയുജ്യ നൂതനവാക്യം രചയിത. നിങ്ങൾക്ക് കുറേ ക്രിയാപദങ്ങൾ ഓരോ പാഠത്തിൻ്റെയും അവസാനം കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ചിട്ട് വാചകങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇവിടെ 2 ടീച്ചർ പറയാം. വിരാജതേ വ്യരജയത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. വിരാജതേ അത് വെർബാണ് അല്ലേ? ഷൈൻസ് അല്ലെങ്കിൽ ലുക്സ്, കാണാൻ നല്ല ശോഭിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ പുഷ്പൈഹി ഉപവനം വിരാജതേ, പൂക്കൾ കൊണ്ട് പൂന്തോട്ടം അലങ്കരിക്കുന്നു. ചന്ദ്രമാ നിശായാം വിരാജതേ, രാത്രിയിൽ ചന്ദ്രൻ ഭംഗിയായിട്ട് തെളിയുന്നു. ഇനി വ്യരചയത് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പോസ് ചെയ്യുക എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, രചിതവാൻ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ വ്യരചയത് എന്നുള്ളത് എങ്ങനെ വരുന്നു? അത് എങ്ങനെ? വാത്മീകി മുനിഹി രാമായണം വ്യരചയത്, ശില്പി രമ്യം മന്ദിരം വ്യരചയത് എന്നൊക്കെ രീതിയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും, അല്ലെങ്കിൽ എഴുതാനായിട്ട് സാധിക്കും. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഋതേ ഉപയുജ്യ വാക്യദ്വയം യോജയത്. 2 വാചകങ്ങൾ നമ്മൾ യഥാതഥ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അതേപോലെ ഋതേ വെച്ചിട്ട് 2 വാചകങ്ങൾ ഒറ്റ വാചകമാക്കി മാറ്റാം. വളരെ എളുപ്പമാണ്. എന്താണ് നോക്കിക്കോളൂ. കക്ഷായാം രഹീമഹ നാസ്തി അന്യേ സർവേ സന്തി. കക്ഷായാം
രഹിമാത്ത് ഋതേ അന്യേ സർവേ സന്ധി. അവിടെ രഹിമഹ എന്നുള്ളത് എന്താണ്? ഋതേ ശബ്ദയോഗേ പഞ്ചമി വിഭക്തി ഭവതി എന്നാണ്. അതായത് പഞ്ചമി വിഭക്തിയാണ് അവിടെ വരിക. ഋതേ ശബ്ദം വന്നതിന് തൊട്ട് മുമ്പ് കണ്ടോ, രഹിമഹ എന്നുള്ളത് രഹിമാത്ത് എന്നായിട്ട് മാറി. അതല്ലേ പഞ്ചമി വിഭക്തി ഏകവചനം, പഞ്ചമി വിഭക്തി ഏകവചനം എന്ന് പറയുന്നത്. അപ്പോൾ ഭോജനായ തക്രം നാസ്തി അന്യത് സർവം അസ്തി. എങ്ങനെ ചേർക്കാം? ഭോജനായ തക്രത്തിന് പകരം തക്രാത്ത് ഋതേ, നാസ്തി കൊണ്ട് കളയുക, എന്നിട്ട് അന്യത് സർവം അസ്തി. കണ്ടോ? കൂടാതെ എന്നുള്ള അർത്ഥത്തിലാണ്, ഒഴികെ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഋതേ ഉപയോഗിക്കുന്നത് കേട്ടോ. അടുത്തത് നോക്കി, അടുത്ത പാറ്റേൺ. ശ്ലോകം പഠിത്വ 12 തൊട്ട് 15. ഈ പ്രശ്നങ്ങൾ ഉത്തരങ്ങൾ എഴുതാനാണ്. ശ്ലോകം തന്നിട്ടുണ്ട്, അത് 4ാമത്തെ ചാപ്റ്ററിലാണ് കേട്ടോ. കുലേന കാന്ത്യ വയസാ നവേന ഗുണൈശ്ച തൈസ്തൈർ വിനയപ്രധാനൈഹി. ഇനി ത്വാം ആത്മനസ്തുല്യമമും ഋണീഷ്വ രത്നം സമാഗച്ഛതു കാഞ്ചനേന. ഗദ്യക്രമം പൂരയത. ഗദ്യക്രമം പൂരിപ്പിക്കാനാണ് ഇതിൻ്റെ ഗദ്യക്രമം, അന്വയം എഴുതാനായിട്ട്. കുലേന ഡാഷ് നവേന വയസ്സ വിനയപ്രധാനേഹി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? ഗദ്യക്രമം അന്വയം പഠിക്കുക. കണ്ടോ? ആ ഒരു ഗ്രീൻ കളറിലിട്ടിട്ടുള്ളത് അന്വയമാണ്. അപ്പോൾ ഓരോ 4ാമത്തെ ചാപ്റ്ററിൽ തന്നിട്ടുള്ള ശ്ലോകങ്ങളുടെയൊക്കെ അന്വയം ബൈഹാർട്ട് ചെയ്യണം കേട്ടോ, മറക്കരുത്. വേറെ ഒരു പാഠവും ഇപ്പോൾ നമുക്ക് അന്വയത്തിലേക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ പാഠത്തിൻ്റെ അന്വയം പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, വരും. ഇനി അതേ ഭാഗത്തു നിന്ന്, ആ ശ്ലോകത്തിൽ നിന്നുള്ള വിഗ്രഹവാക്യം എഴുതാനാണ് പറയണത്. ഇതിലുള്ള ശ്ലോകത്തിലുള്ള വിഗ്രഹവാക്യം. അപ്പോൾ അവിടെ പദച്ഛേദവും വിഗ്രഹവാക്യവും അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കണ്ടെത്തണം. ഇവിടെ ഏതാണ്? വിനയപ്രധാനൈഹി. വിനയ പ്രധാനം യേഷാം തൈഹി. ശ്രദ്ധിച്ചോളോ, വിഗ്രഹപദം പഠിക്കുക, അന്വയം പഠിക്കുക, പദച്ഛേദം പഠിക്കുക, വരും, ഇമ്പോർട്ടൻറ്റ്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ. ശ്ലോകസ്യ ആശയം സ്വവാക്യൈഹി ലിഖത. ആശയം എഴുതാനും കൂടി, അതായത് നമുക്കവിടെ സാരാംശം പോലെ ഭാവാർത്ഥം തന്നിട്ടുണ്ടാവും, അതും പഠിക്കണം. നിങ്ങളുടെ ഭാഷയിൽ എഴുതാട്ടോ, സ്വന്തം വാക്യത്തിൽ എഴുതാം. അർത്ഥം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കൂ, ഏഷഹ അജഹ സൂര്യവംശോദ്ഭവ ഭവതി കാന്ത്യാ താരുണ്യേന വിനയാദിഭിഃ ശീലഗുണൈശ്ച അനുരൂപഃ അയം രാജകുമാര ഏവ തേ യോഗ്യഃ രത്നം സുവർണേന സഹ ഏവ സമാഗച്ഛതു. അതായത് ഈ അജൻ സൂര്യവംശത്തിൽ ജനിച്ചതാണ്. സൗന്ദര്യം, യൗവനം, വിനയം എന്നിവയുൾപ്പെടെയുള്ള ശീലഗുണങ്ങളാൽ സമ്പന്നനായ ഇവൻ രാജകുമാരനായി നിന്നോട് യോജിച്ചവനാണ്. രത്നം സ്വർണത്തോട് ചേർന്ന പോലെ നീയും ഇവനും സംഗമിക്കട്ടെ എന്നുള്ളതാണ് ഇവിടെ അർത്ഥം വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ ആ ദീപശിഖ എന്നുള്ള 1ാമത്തെ ശ്ലോകവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ശ്ലോകത്തിൻ്റെ ഒപ്പം തന്നെ 1ാമത്തെ ശ്ലോകവും നന്നായി ശ്രദ്ധിക്കണം. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ 1ാമത്തത് കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ് കേട്ടോ. ഇനി 13ാമത്തത്. ഗണ്ഡികാം ഇമാം ലങ്ങലകാരേണ പരിവർത്തിയ ലിഖിത. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾക്കൊരു ഗണ്ഡിക തന്നിട്ടുണ്ട്, അത് ലങ്ങിലേക്ക് മാറ്റണം. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമാണ്, വെർബ് വന്ന ഭാഗങ്ങൾ ഏതാണ്, ലെട്ടാണോ, അതായത് വർത്തമാന കാലത്തിലാണോ ഭൂതകാലത്തിലാണോ ഭവിഷ്യത് കാലത്തിലാണോ തന്നിട്ടുള്ളത്, അത് ഭൂതകാലത്തിലേക്ക് ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, ഗോകുലേ ബാലകാഹ ഉദ്യാനെ ക്രീഡന്തി. ഇവിടെ ക്രീഡന്തി എന്നുള്ളതാണ് വെർബ്. ആ വെർബ് ചേഞ്ച് ചെയ്യണം, വേറെ ഒന്നും അവിടെ ചേഞ്ച് ചെയ്യാനില്ല. എന്താണ്? ക്രീഡന്തി എന്നുള്ളത് അക്രീഡൻ, ക്രീഡന്തി എന്നുള്ളത് എന്താണ്? പ്രസൻറ്റ് ടെൻസിലെ ബഹുവചനാണ്. അപ്പോൾ അക്രീഡൻ. ഇപ്പോൾ ക്രീഡതി എന്നാണെങ്കിലോ അക്രീഡത്ത് എന്നായിട്ട് വരും. അപ്പോൾ ലങ് ലകാര രൂപങ്ങൾ പഠിക്കുക. അതേപോലെ നോക്കൂ, ഗാന്ധി എന്നുള്ളത് അഗായൻ, കുർവന്തി എന്നുള്ളത് അകുർവൻ, പിന്നെയോ പശ്യന്തി എന്നുള്ളത് അപശ്യൻ, പിന്നെ ഭവന്തി അഭവൻ, ആഗച്ഛതി എന്നുള്ളത് ആഗച്ഛത്, ആനന്ദയതി എന്നുള്ളത് ആനന്ദയത്ത് എന്നായിട്ട് മാറുന്നു. അടുത്തത് പ്രാദേശിക ഭാഷയ ആശയാനുസാരം വിവർത്തയത്. എല്ലാ പ്രാവശ്യവും നിങ്ങൾ ചെറുപ്പം തൊട്ടിട്ടേ പഠിച്ചു വരുന്നൊരു കാര്യമാണ് എന്ത്? പ്രാദേശിക ഭാഷയിലേക്ക് എഴുതാനായിട്ട്. അതൊരു ക്വസ്റ്റ്യനാണ്, ഡെഫിനറ്റ്ലി അത് വരും. അതായത് ഗ്രാമേ ബഹവഹ ജനാഹ വസന്തി തേ കൃഷികർമ്മണ ജീവനം യാപയന്തി പ്രാതഃ കാലേ കൃഷകാः ക്ഷേത്രേ ഗത്വാ ഹലം ചാലയന്തി ബീജാനി നിക്ഷിപന്തി ച പശവഃ അഭി തത്ര ഗച്ഛന്തി ഗ്രാമേ നദ്യാः ജലം പ്രവഹതി സർവേ ഗ്രാമവാസി മിലിത്വാ ആനന്ദേന ജീവനം കുറുവന്തി. ഇത്രയും എളുപ്പമല്ലാട്ടോ, കുറച്ചും കൂടി ടഫുള്ളതായിരിക്കും നിങ്ങൾക്ക് തരിക. ഇപ്പോൾ ഗ്രാമത്തിൽ നിരവധി ആളുകൾ താമസിക്കുന്നു, അവർ കൃഷി കാര്യങ്ങളിൽ ജീവിതം നടത്തുന്നവരാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അത് എഴുതണം, പ്രാദേശിക ഭാഷയിലുള്ളത് വരും.
ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ വരിക. ആമലക്യാദീനാം സസ്യാനാം ഔഷധഗുണാൻ അധികൃത്യ സ്വവാക്യൈ ലഘുവിവരണം ലിഖത. 3ാമത്തെ ചാപ്റ്ററില്ലേ, അപ്പോൾ അതിൽ കുറേ ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഔഷധ സസ്യങ്ങളുടെ ഗുണങ്ങളെ കുറിച്ചിട്ട് സ്വന്തം വാക്യത്തിൽ ലഘുവിവരണം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അത് അഥവാ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷനായിട്ട് വേറെയും തരും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒന്നെങ്കിൽ ഇപ്പോൾ ഇതാവും ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചിട്ടുള്ള ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കാനാവും പറയാം. അപ്പോൾ അത് രണ്ടും നമ്മൾ ഓൾറെഡി എന്താണ് പാഠഭാഗത്തിൻ്റെ അവസാനത്തിൽ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പഠിച്ചോളൂ ലഘു ഉപന്യാസമായിട്ട്, അതായത് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ. ഇവിടെ ഞാൻ ഒരെണ്ണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആമലകി തുടങ്ങിയിട്ടുള്ള ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു ഉപന്യാസം പറഞ്ഞു തരാം. നിംബഹ വ്രണനാശക ഹാസ്തി. നമ്മളത് പഠിച്ചിട്ടില്ലേ, ചേരുംപടി ചേർക്ക യഥോചിതം യോജയതഹ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ പഠന പ്രവർത്തനത്തിൽ തന്നെ അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ടീച്ചർ ഇവിടെ ഒരു ചെറുതൊരെണ്ണം തന്നിട്ടുള്ളത്, പഠിച്ചു വെച്ചോളൂ. ആമലകി ഊർജാം പ്രദദാതി, തുളസി വിഷം ഹന്തി, രോഗാനഭി നാശയതി, ഹരിദ്ര രോഗാണൂൻ നാശയതി, അശോക രക്തം ശുദ്ധം കരോതി, കർണികാരഃ വാദം ഹരതി, ഈശ്വരമൂലി വിഷം ഹന്തി, ശംഖുപുഷ്പി സ്മൃതിം വർദ്ധയതി, ബ്രഹ്മി അഭി സ്മൃതിവർദ്ധനീ ഭവതി, ഏതേ സർവേ അഭി ഔഷധയഃ അസ്മാകം ആരോഗ്യായ ഉപകാരകാഹ ഭവന്തി. ഇതിൽ എളുപ്പത്തിൽ തരാൻ പറ്റില്ല കേട്ടോ, ഇത് ബൈഹാർട്ട് ചെയ്ത് വെച്ചോളൂ. കാരണം ഇത് എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഒരുവിധം ഔഷധ സസ്യങ്ങളുടെ എന്ത് വന്നാലും നമുക്കിത് എഴുതാം. ഈ ഒരു ഭാഗം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. വളരെ എളുപ്പമുള്ളൊരു സെൻറ്റൻസ് ആയിട്ടല്ലേ ടീച്ചർ തന്നെ. അപ്പോൾ ഒന്ന് വേഗം ബൈഹാർട്ട് ചെയ്തോളൂ. അടുത്തത് യഥായോഗ്യം പട്ടിക പൂരേത, 4 മാർക്കിൻ്റെയാണ്. ഇത് എന്താണെന്നറിയോ, നിങ്ങളുടെ 4ാമത്തെ ചാപ്റ്ററിൽ ആമുഖത്തിൽ കൊടുത്തിട്ടുണ്ട് ഒരു പാരഗ്രാഫ്, ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ബൈഹാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാളിദാസൻ ദീപശിഖ കാളിദാസൻ, ഭാരവി ഛത്രഭാരവി, ഇതി മാഘഃ ഖണ്ഡാമാഘഃ, ഇതി ച പശ്ചാത് പ്രസിദ്ധാഃ അഭവൻ. പിന്നെ നൈഷധീയചരിതം കാവ്യം വിദ്വദൗഷധം ഇതി ച. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു പാരഗ്രാഫ്, അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതനുസരിച്ചിട്ടാണ്, അതായത് കവി കാളിദാസൻ്റെ ഖ്യാതി, എന്ത് പേരിലാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്? ദീപശിഖ കാളിദാസ. അദ്ദേഹത്തിൻ്റെ കാവ്യം ഏതാണ്? രഘുവംശം. പിന്നെ കുമാരസംഭവം ഉണ്ട് കേട്ടോ. ഇനി ഭാരവിയുടെ എന്തിനാ വിളിക്കുക? ഛത്രഭാരവി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കാവ്യമാണ് കിരാതാർജുനീയം. പഞ്ചമഹാകാവ്യങ്ങളിൽ പെടുന്നതാണ് ഇതൊക്കെ. മാഘഃ ഖണ്ഡാമാഘഃ ശിശുപാലവധം. ശ്രീഹർഷൻ എന്താ വിളിക്കുക? വിദ്വദൗഷധം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൃതി. നൈഷധം വിദ്വദൗഷധം എന്നാണ് പറയുക. നൈഷധീയ ചരിതമാണ് അദ്ദേഹത്തിൻ്റെ കൃതി എന്നുള്ളത്. അപ്പോൾ അത് പഠിക്കുക. പഞ്ചമഹാകാവ്യങ്ങളാണ് ഏതൊക്കെ? കാളിദാസൻ്റെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. കാളിദാസൻ്റെ 2 മഹാകാവ്യങ്ങൾ, പഞ്ചമഹാകാവ്യങ്ങൾ ഉൾപ്പെടുന്നു, രഘുവംശം, കുമാരസംഭവം. ഇനി കാളിദാസൻ്റെ മറ്റ് കൃതികൾ കൂടി അധിക വാചനാംശത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, മാളവിക അഗ്നിമിത്രാണ് ഡ്രാമകൾ. അതുപോലെ ഖണ്ഡകാവ്യങ്ങളിൽ ഋതുസംഹാരവും മേഘദൂതവും. അത് കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ബിരുദാലങ്കൃതാഹ കേചന കവയഹ എന്നാണ്. അതായത് മുരാരിയുടെ ഇന്ദുമുരാരി, ബാണഹ തുരങ്കബാണൻ, മാഘൻ ഖണ്ഡാമാഘൻ, ഭാരവി ഛത്രഭാരവി, ശ്രീകണ്ഠഹ ഭവഭൂതി, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഇത് പട്ടിക പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഒന്നെങ്കിൽ ഇതായിരിക്കും വരിക, ഇങ്ങനെ ഒരു രീതിയിൽ വരാം. അല്ലെങ്കിൽ നമ്മുടെ ഔഷധ സസ്യങ്ങളുടെയും പട്ടികയായിട്ട് വരാൻ കേട്ടോ. വ്രണനാശക ഇന്നത് ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അവസാനത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ. വനസംരക്ഷണം അധികൃത്യ സൂചനാനുസാരം ലഘുപന്യാസം ലിഖതു. അപ്പോൾ വനസംരക്ഷണത്തെ കുറിച്ചിട്ടൊരു ലഘുപന്യാസം തയ്യാറാക്കാനാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം ടീച്ചർ ഇവിടെ നിങ്ങൾക്ക് തരാം. വനം പ്രകൃതേഃ പരിച്ഛേദഃ ഭവതി, സർവേഷാം ജീവിനാം ആവാസസ്ഥാനം ഭവതി വനം, തത്ര അനേകേ ജന്തവഃ യഥേഷ്ടം വസന്തി വിഹരന്തി ച, വനേഷു വനനിർജര്യഃ തഥാ ശുദ്ധജലാശയശ്ച സന്തി, വൃക്ഷാണാം ഛാദനേന വൃഷ്ട്യാഭാവേപി ഭൂമേഃ ഉർവരതാനാശം വിനാ സുസ്ഥിതിം അനുവർത്തതേ. വായോഃ ശുദ്ധീകരണായ വനാനി സഹായകാനി ഭവന്തി, വനനശീകരണേന വാതാവരണസ്യ ശുദ്ധവായോഃ ശുദ്ധജലസ്യ ആവാസവ്യവസ്ഥായാഃ ച നാശഃ ഭവിഷ്യതി. അതഃ സർവേഷാമപി സുസ്ഥിതയേ കാനനസംരക്ഷണം അസ്മാഭിः കരണീയം. ഏതദ് ഉദ്ബോധയിതും പ്രതിവർഷം സർവകാരേണ വനസംരക്ഷണാദീനാം
വനസംരക്ഷണ ദിനം ആചര്യതേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വനസംരക്ഷണത്തെ കുറിച്ചിട്ടുള്ളത് ടീച്ചർമാർ എഴുതി തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് എഴുതാനായിട്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഇപ്പോൾ ഈ വനസംരക്ഷണത്തിന് പകരം നദീ സംരക്ഷണത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ഓരോ ചാപ്റ്ററിലും ഓരോരോ ടിപ്പണികൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് സ്വന്തം വാക്യത്തിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ പാറ്റേൺ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ പഠിക്കാത്ത ഭാഗങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയിട്ട് പഠിച്ചോളൂ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്ന് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കൂടാതെ ഈ പരീക്ഷ കഴിഞ്ഞതിൻ്റെ പേപ്പറും കൂടി ടീച്ചർ അടുത്ത വീഡിയോയിൽ ഇടാം, അതിൻ്റെ ആൻസറും കൂടി. അപ്പോൾ അതും കൂടി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും പരീക്ഷ എളുപ്പം ഉണ്ടാവട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് മക്കളെ. വീണ്ടും കാണാം കേട്ടോ. നന്ദി, നമസ്കാരം.